ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടണമെങ്കിൽ ഇതാ ഇതുപോലെ ചെയ്താൽ മതിട്ടോ. തലേ ദിവസം കുതിർത്തി വെച്ചിരിക്കുന്ന പച്ചരി നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിലൊരു 3 ചെറുപഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഒരു നുള്ള് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യാനുള്ള പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. രണ്ടാമത് അരച്ച അരിയില് ശർക്കരപ്പാനിയും പഴവും ഏലക്കായും മാത്രം ഇട്ടിട്ടാണ് അരച്ചെടുത്തത്. ഈസ്റ്റും ഉപ്പും രണ്ടാമത് അരക്കിനേല് ചേർത്ത് കൊടുത്തിട്ടില്ല. നന്നായിട്ട് ഇളക്കി ഇങ്ങാറ്റ് അടച്ചു വെക്കുക. വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മാവ് സെറ്റായി കിട്ടും ട്ടാ. അതിനുശേഷം കുറച്ച് നെയ്യിൽ ഇതുപോലെ തേങ്ങാക്കൊത്ത് വറുത്തിങ്ങാറ്റ് അതിനകത്ത് ഇട്ട് കൊടുത്തിങ്ങാറ്റ് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണയിൽ നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഇനി ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒരു പേപ്പർ ഗ്ലാസ് എടുക്കുക. അതിനകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒറ്റ റൗണ്ടിൽ തന്നെ എല്ലാം ഒഴിച്ചെടുക്കുക കേട്ടോ. നമുക്ക് സുഖമായിട്ട് മാവ് ഒഴിക്കാൻ പറ്റും. ഇനിയിപ്പോ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും ആയതിനു ശേഷം ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. നല്ല തണവൊക്കെ അല്ലേ, അതുകൊണ്ട് മാവ് പെട്ടെന്ന് സെറ്റായി കിട്ടാനായിട്ട് മാവ് അരച്ച് നേരെ റൈസ് കുക്കറിലോ ഓവനിലോ വെച്ച് കൊടുത്താൽ മതി. പഴത്തിന്റെ അളവ് കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം കിട്ടും. നല്ല ചൂടുണ്ട്, ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഓക്കെ, ബൈ.